വെൽക്കം ടു ഓൾ. എല്ലാവർക്കും ബാങ്കിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡെപ്പോസിറ്ററി ഇൻഷുറൻസ് എന്നുള്ള കോൺസെപ്റ്റാണ്. എന്താണ് ഡെപ്പോസിറ്ററി ഇൻഷുറൻസ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ബാങ്ക് ഫെയിലിയർ, അല്ലെങ്കിൽ ബാങ്കുകളുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില റൂൾസുകൾ, പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ജനങ്ങൾ ഈ ബാങ്കിനകത്ത് വലിയ തുക കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബാങ്കിനോടുള്ള വിശ്വാസം കൊണ്ടാണ്, അല്ലേ? ബാങ്ക് ഒരിക്കലും തകർന്നു പോകില്ല, ബാങ്ക് ഫെയിലിയർ സംഭവിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ബാങ്കുകൾ കൃത്യമായിട്ടും അതിൻ്റെ പ്രിൻസിപ്പിൾസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി പ്രിൻസിപ്പിൾ മെയിൻറ്റെയിൻ ചെയ്യണം, സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലേ, പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ പണത്തിന് ഒരു ഇൻഷുറൻസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന് ഇൻഷുറൻസ് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താണ്? ഈ ഒരു സേവിങ് മൊബിലൈസ് ചെയ്യുന്നത് ബാങ്കിങ് സെക്ടറാണ്. ആളുകളുടെ കയ്യിൽ പണം വീട്ടിലിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് ബാങ്കിങ് സെക്ടറിലേക്ക് വരണം, അല്ലേ? ബാങ്കുകളിലേക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ആ ഡെപ്പോസിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ലോണുകൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ ആ ലോണുകളൊക്കെ പിന്നീട് എന്തായിട്ട് മാറും? ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറും. പുതിയ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങും. ഒരുപാട് ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടും, അവർക്ക് ഇൻകം കിട്ടും, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഓവറോൾ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് പോസിബിൾ ആവും എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഈ സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അതിനെ മാറ്റുന്നു. സേവിങ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. അതിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ബാങ്കിങ് സെക്ടറിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഒരു എഫിഷ്യൻറ്റ് ബാങ്കിങ് സിസ്റ്റം ഉണ്ട് എങ്കിൽ നമുക്ക് വലിയ രീതിയിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ആ ഡെപ്പോസിറ്റ് ബാങ്കുകൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ വേണം അത്തരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ കൈകാര്യം ചെയ്യാൻ. ഇൻ കേസ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഡെപ്പോസിറ്റേഴ്സ് അവരുടെ പണം വിഡ്രോ ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം ബാങ്കുകൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, അതുകൊണ്ടാണ് റിക്വേർഡ് റിസർവ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന് എന്ത് ചെയ്യണം? ഒരു ഇൻഷുറൻസ് എടുക്കണം, അല്ലേ? അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഗിവ്സ് പ്രൊട്ടക്ഷൻ ടു ദ ഡെപ്പോസിറ്റേഴ്സ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്. ഒരു പരിധി വരെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ പണത്തിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇനി ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം അത് ബാങ്ക് ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിന് അതിൻ്റെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, അല്ല എങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുടെ പണം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ബാങ്കിൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥയാണ് നമ്മൾ എന്താ പറയുക? ബാങ്ക് ഫെയിലിയർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ എന്താണ്? അവരുടെ 100% ഡെപ്പോസിറ്റ് എന്താണ്? നഷ്ടമാണ്. ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വരുന്ന സമയത്താണ് ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം ഏറി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്റിനൊക്കെ ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്മോൾ സേവേഴ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ ആവറേജ് മാർജിനൽ ഡെപ്പോസിറ്റേഴ്സിനൊക്കെ ഒരു ആശ്വാസമായിരിക്കും. അപ്പോൾ ഗവൺമെൻറ് പറയുന്നതാണ് മാക്സിമം 1 ലക്ഷം, ഒരു അക്കൗണ്ടിന് 1 ലക്ഷം എന്നുള്ള രൂപയിലാണ് എന്ന രീതിയിലാണ് അവിടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഡീൽ ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, DICGC ആണ്. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും DICGCക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ DICGC ആദ്യമായിട്ട് നിലവിൽ വന്നത് 1978 നിലവിൽ വന്നത്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആക്ട് 1961 പ്രകാരം 1978 നിലവിൽ വരുന്നത്. അത് 2 മെർജ് ചെയ്തിട്ട്, 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെർജ് ചെയ്തിട്ട്, ഏതൊക്കെയാണ്? ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ DICയും ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് CGCAയും കൂടിച്ചേർന്ന് 1961 ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആക്ട് പ്രകാരമാണ് 1978 DICGC
നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് സെർവ് ആസ് എ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫോർ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് ഫുള്ളി ഓൺഡ് സബ്സിഡറി ഓഫ് ആൻഡ് ഈസ് ഗവേൺഡ് ബൈ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ത് DICGC എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം പറയുന്നത് എന്താണ്? ഓരോ ബാങ്കുകളും DICGCയിലേക്ക് ഒരു നിശ്ചിത സംഖ്യ അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റിന് ഇൻഷുറൻസ് ഉറപ്പുവരുത്തേണ്ടത് ആ ഇൻഡിവിജ്വലിൻ്റെ ചുമതലയല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസിനായിട്ട് ബാങ്കുകൾ ഈടാക്കാൻ പാടുള്ളതല്ല. പകരം ബാങ്കുകളാണ് അത്തരത്തിലുള്ള ആ ഒരു പണം, അതിൻ്റെ ഫീസ് കൊടുക്കേണ്ടത്, അല്ലെ, ചാർജ് കൊടുക്കേണ്ടത്. അപ്പോൾ ബാങ്കിലേക്ക് ഒരു 50 കോടി രൂപ ഡെപ്പോസിറ്റായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ആ 50 കോടി രൂപയ്ക്കും ഇൻഷുറൻസ് അടയ്ക്കേണ്ട, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉറപ്പുവരുത്തേണ്ട ചുമതല ആർക്കാണ്? ബാങ്കിനാണ്. അപ്പോൾ പറയുന്നത് 100 രൂപയ്ക്ക് 10 പൈസ എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ ചാർജസ് ഈടാക്കുന്നത്. ഓക്കെ, അതൊരിക്കലും ഈ ഇൻഡിവിജ്വൽ ഡെപ്പോസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ 1993 മെയ് 1 നമ്മൾ 1 ലക്ഷം രൂപ പെർ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയത്, അല്ലേ? അതായത് ഒരാളുടെ അക്കൗണ്ട് ഒരുപാട് ഡെപ്പോസിറ്റുകൾ ഉണ്ട് എങ്കിലും പെട്ടെന്ന് ബാങ്ക് തകർന്നു പോയി, അപ്പോൾ അദ്ദേഹത്തിന് മാക്സിമം 1 ലാക്ക് വരെ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടും, അല്ലേ? മാക്സിമം 1 ലാക്ക്. ഇനി അതിൽ കൂടുതൽ അടച്ചിട്ടുണ്ടെങ്കിൽ പോലും 1 ലാക്ക് വരെ കിട്ടും, അല്ലേ? ഒന്നും ഇല്ലാത്തതിലും ഭേദമാണ് കുറച്ചെങ്കിലും കിട്ടുന്നത്. അപ്പോൾ 1993 മുമ്പ്, അല്ലെങ്കിൽ 1980 മുതലൊക്കെ എന്താണ്, 30,000 രൂപയായിരുന്നു ഈ ഇൻഷുറൻസിൻ്റെ കവറേജ് എന്ന് പറയുന്നത്. 30,000 രൂപയുടെ കവറേജാണ് കിട്ടിയിരുന്നത്. എന്നാൽ 1993 ആണ് ഇതിലേക്ക് മാറ്റിയത്, ഈ ഒരു 1 ലാക്കിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഈ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ കൊടുക്കുന്ന ഈ ഒരു ഡെപ്പോസിറ്റ് ഇൻഷുറൻസിൻ്റെ കവറേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ദാമോദരൻ കമ്മിറ്റി ഒരു കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഒരു ഡെപ്പോസിറ്റ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന കമ്മിറ്റിയാണ്. 2011 അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന കമ്മിറ്റിയായിരുന്നു ദാമോദരൻ കമ്മിറ്റി ഓൺ കസ്റ്റമർ സർവീസസ് ഇൻ ബാങ്ക്സ്. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയല്ല, അതിൻ്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ കവറേജ് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും 1 ലാക്ക് തന്നെയാണ് നിലവിൽ, അല്ലേ? ഇവർ 5 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും ഇൻകം കൂടിയിട്ടുണ്ട്. മാത്രമല്ല ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മുമ്പുള്ളതുപോലെ, അല്ലെങ്കിൽ 1990കളിലെ പോലെയല്ല, കോടിക്കണക്കിന് രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഈ ഒരു 1 ലാക്ക് കവറേജ് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നിരാശാജനകമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് റിവൈസ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 5 ലാക്കെങ്കിലും ആക്കണം എന്നുള്ളതാണ് ഈ ദാമോദരൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനകത്ത് പറയുന്നത്. എന്നാൽ നിലവിൽ അത് അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ ബാങ്കുകളും ഇത്തരത്തിൽ എന്ത് ചെയ്യണം? ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഉറപ്പുവരുത്തണം. ഈ ഒരു ഡെപ്പോസിറ്റേഴ്സ്, കസ്റ്റമേഴ്സ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന് ഒരു സുരക്ഷ ഉറപ്പുവരുത്തണം. അതിനാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, അല്ലേ? അതിൻ്റെ പ്രീമിയം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എമൗണ്ട് ബാങ്കുകൾ തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസിൽ പ്രധാനപ്പെട്ട ഫങ്ഷനാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അതായത് ബാങ്കിൽ ഒരു 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ 1000 രൂപ ഉപയോഗിച്ച് ഏകദേശം 5000 രൂപയുടെ ലോണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതിൽ നിന്ന് ബാങ്കിന് ഇത്രത്തോളം ഭീമമായിട്ടുള്ള ഒരു ലാഭം കിട്ടുകയും ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ആ ഡെപ്പോസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും അതിൻ്റെ ഇൻഷുറൻസിന് ആവശ്യമായിട്ടുള്ള പണം അല്ലെങ്കിൽ ചാർജസ് ഈടാക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മിക്കവാറും ബാങ്കുകൾ ഇത്തരത്തിൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് പറയുന്നത്. ബാങ്ക്സ് ഇൻക്ലൂഡിങ് റീജിയണൽ റൂറൽ ബാങ്ക്സ് (RRBs), ലോക്കൽ ഏരിയ ബാങ്ക്സ്, foreign banks with branches in India and cooperative banks are mandated to take deposit insurance cover with the DICGC. അപ്പോൾ ഈ DICGC ആണ് ഇതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അത് RBIയുടെ കൺട്രോളിലാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റൂറൽ ബാങ്കുകളും ലോക്കൽ ഏരിയ ബാങ്കുകളും ഫോറിൻ ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്കുകളും എല്ലാം നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? DICGCക്ക് അതിൻ്റെ
ഇൻഷുറൻസ് കവറേജിൻ്റെ ആവശ്യമായിട്ടുള്ള ആ ഒരു ചാർജസ് കൊടുക്കുകയും ആ ഇൻഷുറൻസ് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇതെല്ലാ ബാങ്കുകളും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി കോൺസെപ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്. വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ്. എന്താണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, അത് ഒന്ന് പുനർചിന്തിക്കണം അല്ലേ. 1 lakh മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെയധികം കുറവാണ്. അത് ഇൻക്രീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ദാമോദരൻ കമ്മിറ്റിയുടെ ആ റെക്കമെൻഡേഷനെങ്കിലും നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.